RFCന്റെ കൂടെ റീസ്റ്റോർ ചെയ്ത് നമ്മളൊരു വണ്ടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അതെ, ഒരു റീസ്റ്റോറേഷൻ ആണ്. ഇതിൻ്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് RFC ഡ്രൈവറായിട്ടുള്ള നമ്മുടെ സ്വന്തം ഷെരീഫാണ്. ഇന്നിപ്പോൾ നമ്മൾ നല്ല എടുത്തതാണ്. അപ്പോൾ പാർക്ക് നമ്മളെ കോടഞ്ചേരി തന്നെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച അതേ ഗ്രൗണ്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. കോ ഡ്രൈവറായിട്ട് നമ്മുടെ എന്നെ പേരെന്താ? ഓക്കെ, നടക്കട്ടെ. സെറ്റല്ലേ ഫറാഖ്? ബാക്ക് കയറ്റല്ലേ? എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? അടിപൊളി. എന്താ എനിക്ക് തോന്നുന്നത്? മരണഭയം ഉണ്ടോ? ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. എൻജോയ്മെന്റ് ആണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളെ RFCന്റെ കൂടെ റീസ്റ്റോർ ചെയ്ത് നമ്മളൊരു വണ്ടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ ട്രാക്കിൽ നമ്മളിതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് സംഭവം എന്നുള്ളത് നോക്കുകയാണ്. വണ്ടിൻ്റെ പവർ, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് RFC പറയും. RFC എന്തൊക്കെ നമുക്കിപ്പോൾ നോക്കേണ്ടി? ഒന്നുമില്ല, ആദ്യം കയറി സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക. ആണ് കേട്ടോ. ചളിയാണ് മക്കളെ, എന്ന് ഇതിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരല്ല, ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങിയ ആൾക്കാരാ.
ഓക്കെ പ്ലീസ് പറഞ്ഞോ റെക്കോർഡ് അടിച്ചു പോയി. ഓ പറഞ്ഞോ ബാക്കി പറഞ്ഞോ. നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. പവർ എന്ന് പറഞ്ഞാൽ പവറാണ്. അതിന്റെ പമ്പിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അതുകൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്കി കളിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള വണ്ടിൻ്റെ മാതിരിയല്ല നമ്മളെ റീസ്റ്റോർ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ അത് ട്രാക്കിലേക്ക് മാത്രമുള്ള സാധനമാണ്. അപ്പം സ്റ്റാരിംഗ് ഒക്കെ പ്രശ്നമാണ്, ബ്രേക്ക് പ്രശ്നമാണ്. ഇറങ്ങുമ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറിയും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. ഇന്നെപ്പോലുള്ള ശിശുക്കൾക്ക് പറ്റാത്തൊരു പണിയാണ് സത്യം. രാജാവിന് ഭ്രാന്തായി എന്നൊക്കെ പറയല്ലേ, അതേപോലെയാണ്. ഈ മലമുകളിൽ കിടന്നിട്ട് ഇവിടെ കെട്ടിവലി തുടങ്ങിയോ? ഇവിടെ കെട്ടിവലി തുടങ്ങിയിരിക്കുകയാണ്. RFC കെട്ടുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടിംഗ് അല്ലേ? വയ്ക്കല്ല ലോഡാക്കി പിടി. വണ്ടി ഓഫായി പോയിനു. അപ്പം പിഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. പിഞ്ചിന്റെ സ്വിച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്കാണ് ഇതാണ് ഇന്നും ഔട്ട്പുട്ട്. ബ്രേക്ക് എന്നാ പറയല്. ഇതാണ് സംഭവം. ഇത് ട്രാക്കിലേക്ക് ഇപ്പത്തെ കണ്ടീഷനിൽ ട്രാക്കിലേക്ക് അത്യാവശ്യമാണ് തിരിയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് പെട്ടെന്ന് ലെഫ്റ്റ് വീല് പെട്ടെന്ന് തിരിയാൻ വേണ്ടിട്ട് ലെഫ്റ്റ് വീൽ ലോക്ക് ആക്കാൻ വേണ്ടിട്ടാണ്. അതേപോലെ റൈറ്റ് വീലിനും പെട്ടെന്ന് ടേണിങ് ഫ്രണ്ടും ബാക്കും ഒക്കെ വരുമോ? എല്ലാം ഫ്രണ്ടിൽ വരൂല ബാക്കിൽ മാത്രം വരും. അതാണ് കട്ടിംഗ് വീൽ കട്ടിംഗ് ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ട്രാക്കിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിൽ പിന്നെന്ന് വെച്ചാൽ ഈ വണ്ടിയില് പിന്നെ സസ്പെൻഷൻ അടിക്കണമെങ്കിൽ ഇതിൽ എല്ലാ സെറ്റപ്പ് ഉണ്ട്. വണ്ടിയിൽ ഇപ്പൊ കാറ്റ് പോയി കഴിഞ്ഞാൽ എയർ അടിക്കാനുള്ള സംവിധാനം അതുകൊണ്ട് വരും. അപ്പൊ ഇതിൽ 4 സസ്പെൻഷൻ വേറെ കയറിയിട്ടുണ്ട്, ടയർ വേറെ കയറിയിട്ടുണ്ട്. അതേപോലെ പിന്നെന്താ ഉള്ളത് ഷെരീഫ? പിന്നെ അതാ വണ്ടി തന്നെ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ സ്വിച്ച് ഒക്കെ എന്താണ്? അതെ, ഡ്രൈവർ ഇതിലുള്ള വെറൈറ്റി ആണ്. പിന്നെ എക്സ്ട്രാ 1 എക്സ്ട്രാ 2 ഇതൊക്കെ എന്താണ്? എല്ലാ ലൈറ്റുകളാണ്. അപ്പുറത്തുള്ളത് കംപ്രസർ, എക്സ്ട്രാ ഫാന്, കട്ടിംഗ് ബ്രേക്ക്, ഇതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം സാധനങ്ങള്.
ഇതെന്താണ് സർ? അത് വിഞ്ചിന്റെ കട്ട് ഓഫാണ്. വിഞ്ചിന്റെ കട്ട് ഓഫ് ആണ്. വിഞ്ച് ഇലക്ട്രിക്കൽ ഓഫ് ചെയ്യാനാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഏകദേശം ഒരു സംഭവം. ഒരു ഡീറ്റെയിൽ വീഡിയോ അല്ല ഇല്ലല്ലേ. നമ്മുടെ ബാറ്ററി ഡൗൺ ആയതോ അതല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടറിനുള്ളിൽ വെള്ളം കയറിയോ? ബാറ്ററി പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് കെട്ടി വലിക്കുകയാണ്. പമ്പറാണ്, പമ്പറ് തിരിച്ചടി. കാരണം ബാക്കോട് കാരണം എടുക്കല്ലേ. നടു റോട്ടിലിട്ട് വണ്ടി കയറുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൈബാണ്, രക്ഷയില്ല. നമ്മളൊരു ചോറ് എടുത്തിട്ടേ വണ്ടിയായിട്ടുള്ള കളിയാണ്. വണ്ടിൻ്റെ കൂടെ കുളിൻ്റെ മുമ്പായിട്ടുള്ള ഫുഡാണ്. ഇനി കുളി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി ഫുഡ് ഉണ്ടാവുക കേട്ടോ. അതുവരെ നമ്മൾ ഈ മന്തിയും ഈ ചിക്കനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഗൈസ്, ചോറ് ഇങ്ങനെ ഇടുന്നുണ്ട്. ചിലർ പറയുന്നത് DI എഞ്ചിനാണെന്ന്, ചിലർ പറയുന്നത് ടർബാണ്. ഇതൊന്നും ഏതാ വകുപ്പെന്ന് യാതൊരു കഥയില്ല. ഇതിലിങ്ങനെ തട്ടുകയാണ്. ഇതൊക്കെ ഏതാ മുതലെന്ന് പഠിച്ചോന്നറിയാം. അതെ, ഫ്രണ്ടും ബാക്കും ലോക്കുള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾ അട്ടനെ കണ്ടിട്ടോ? ഇതാണ് അട്ടോ. നമ്മളെ റജനാസ് കൈമ കയറിയിട്ടുണ്ട്. ഒരു വീഡിയോ അട്ടനെ പറ്റി. ഇതാണ് ഇപ്പം നമ്മൾ ഏത് കാട്ടിപ്പോയാലും
ഏത് സ്ഥലത്ത് പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് അട്ട. ഇതിപ്പോൾ ചവിട്ടാൻ സ്ഥലമല്ലാണ്ട് കഷ്ടപ്പെടുകയാണ് ഗായ്സ്. ഏത് പൊസിഷനിലേക്കോ എവിടെ കടി കിട്ടാൻ നോക്കുകയാണ് ആശാന്. പൊളി വൈവാണ്. അന്നത്തെ സൺഡേ ആയിരുന്നു, കുളിച്ചടക്കി. അപ്പോൾ ഇതൊരു PWD റോഡാട്ടോ. ഇനി ഇവിടെ ഇരുന്നെങ്ങാൻ പിന്നെ കുളിച്ചെന്ന് പറഞ്ഞാൽ കേസാകുമോ ലൈസൻസ് പോകുമെന്നൊന്നും അറിയില്ല. ഏതായാലും കിടക്കാഴ്ചയാണ്. മഴക്കാലത്ത് മൺസൂണും മഴക്കാലമൊക്കെ ആസ്വദിക്കണം ഇതുപോലെയുള്ള പ്ലേസിൽ, നാച്ചുറാലിറ്റി ഉള്ള പ്ലേസിൽ വരണം. അപ്പോൾ നമ്മളെ രാവിലെ ഇറങ്ങിയതായിരുന്നു. കക്കാടംപൊയിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കോടഞ്ചേരി പോയി അവിടെ നിന്ന് ഓഫ് റോഡിങ് നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ കിട്ടില്ല മന്തി കഴിച്ച്. അതിനുശേഷം നമ്മളെ ഡ്രൈവർ ഇതാ ഇവിടുത്തെ വണ്ടി കേൾക്കുകയാണ് ഗായ്സ്. തെറപ്പിക്കാണ്ട് കേൾക്കടാ. നമ്മളെ കോ ഡ്രൈവറും ഉണ്ട്. അതാ അവിടെ RFC ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. നല്ല അടിപൊളി വൈബായിട്ട് സൺഡേ അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. ഇത് അടിവാരം മയിലുള്ളാമ്പാറ. എന്ത് പാറ? ഇതെന്ത് പാറ? ഏതൊരു പാറയാണ്, അടിവാര ഏരിയയിലുള്ള സംഭവമാണ്. ഇപ്പോൾ അതാ റോട്ടിൽ കൂടി വെള്ളം അങ്ങനെ വലിച്ചിട്ട് ഇതാ നേരെ അടിപൊളിയൊരു വൈബാണ്. അപ്പോൾ ബൈ.